2016 എല്ലാതും ശരിയാക്കാന്നും ഒന്നിനും വില കൂടൂലാന്നും നാട് മുഴുവൻ പ്രസംഗിച്ച് നടന്ന് അധികാരത്തിൽ വന്നു. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ? ഇപ്പോൾ ഏത് സാധനത്തിനാണ് വില കൂട്ടാത്തത് എന്ന് നോക്കി അതിനൂടെ വില കൂട്ടാൻ വേണ്ടി ലിസ്റ്റ് ഇട്ട് നടക്കുകയാണ്. പക്ഷേ വേറെ വഴിയില്ല. വരവും ചിലവുമായിട്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് നമ്മുടെ പർച്ചേസ് എത്രയാണ്? നമ്മൾ 70% പുറത്തുനിന്ന് മേടിക്കുകയാണ്, 30% ഉൽപ്പാദനമുള്ളൂ. അത് പറയുമ്പോ ഇവർ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ കൂടി പറയേണ്ടി വരും. 10-20 കൊല്ലായിട്ട് ഈ സ്വത്ത് മുഴുവൻ നീ തന്നെയല്ലേ നോക്കി നടത്തണേ, അതിന്റെ ആദായം നീ തന്നെയല്ലേ പറ്റണേ. ഒരു കണക്കും ഇതുവരെ ആരും ചോദിച്ചിട്ടില്ലല്ലോ. ആ കണക്ക് എങ്ങനെ വക കൊള്ളിക്കും? ആ 70% മേടിക്കുമ്പോൾ ചിലവ് എത്ര വലുതാണ്? അതൊക്കെ പറയുമ്പോൾ പറയാന്നല്ലാതെ കൃത്യമായിട്ടൊരു കണക്കില്ലല്ലോ. പീക്ക് അവറിലൊക്കെ മേടിക്കുമ്പോൾ 5 റുപ്യ തൊട്ട് 15 റുപ്യ വരെ ചില സമയത്ത് വരും. കൂട്ടി വൈദ്യുതി ചാർജ് കൂട്ടാതെ ഒരടി മുമ്പോട്ട് പോകാൻ പറ്റൂല എന്നാണ് മന്ത്രി പറയുന്നത്. മറ്റ് സ്ഥലങ്ങളിലുള്ള വിലക്കയറ്റം എത്രയാണ്? ആ വിലക്കയറ്റവും കൂടി കണക്കാക്കണ്ടേ? ഇത് മേടിക്കണ്ടേ? ഇത് മേടിക്കാൻ ആരും സമ്മതിക്കില്ലേ? മേടിക്കാതെ ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ പല കാരണങ്ങൾ കൊണ്ട് തടസ്സം പറയല്ലേ? ശരിയാക്കി തുടങ്ങിയാൽ പിന്നെ അങ്ങനെയാണ്. ഒരു തലക്കന്ന് ഒരു തല വരെ ശരിയാക്കി കഴിഞ്ഞാലേ ഇവർ നിർത്തുള്ളൂ. ഞങ്ങൾക്ക് ഈ നാട് ഏൽപ്പിച്ചു തന്ന ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം 2016 കേരളം എന്തായിരുന്നോ അവിടുന്ന് പുറകോട്ട് കൊണ്ടുപോവുക എന്നുള്ളതല്ല, അവിടുന്ന് മുന്നോട്ട് കൊണ്ടുപോവുക എന്താണ്. ആ ഉത്തരവാദിത്വമാണ് ഞങ്ങൾ നിറവേറ്റുന്നത്. അത് ശരിയാണ്. മുന്നോട്ട് ഇങ്ങനെ കയറി പോവുകയാണ്. എല്ലാ സാധനങ്ങളെയും വില വാനോളം ഉയർത്തി. ഈ വൈദ്യുതി ചാർജ് കൂട്ടിയതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി വൈദ്യുതി ബോർഡിനും സർക്കാരിനും ഉള്ളതാണ്. നേരത്തെ ഇത്തിരി സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ ആരെ അറിയിച്ചില്ലെന്നേ ഉള്ളൂ. ഇതിന്റെ പിന്നിലെ ഒരു കച്ചവടക്കണ്ണുണ്ട് എന്നാണ് ചെന്നിത്തലയുടെ കണ്ടുപിടുത്തം. കേരളത്തിന്റെ പവർ പർച്ചേസ് ചിത്രത്തിൽ അദാനിയെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടിയാണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ചത്. ഇതിന്റെ പിന്നിൽ CPM ആണ്, ഇതിന്റെ പിന്നിൽ ഇടതുമുന്നണി ഗവൺമെന്റാണ്. മൂപ്പര് പറഞ്ഞത് സത്യമാണോ സഖാവേ? ചെന്നിത്തലയുടെ കയ്യില് തെളിവുണ്ടാവോ? കുറച്ച് കടലാസൊക്കെ പിടിച്ചിട്ട് ഇത് രേഖയാണെന്നുള്ള അതൊരു തരം ശങ്കരാടിയുടെ രേഖയെന്ന് കൂട്ടിയാൽ മതി നമ്മൾ. അപ്പൊ അദാനിയുടെ കാര്യം പറഞ്ഞതോ? ഇവിടെ ഒരു അദാനിയും കേരളത്തിൽ വൈദ്യുതി കൊടുക്കണില്ലല്ലോ. എന്തിന്റെ പേരിലാണെങ്കിലും ജനങ്ങൾ കുടുങ്ങി. പകൽ കമ്മിയാക്കി കിട്ടുമ്പോൾ അത് നിങ്ങളാരും പറയുന്നില്ല. പകൽ നമുക്ക് ഇലക്ട്രിസിറ്റി ചാർജ് കമ്മിയായി കിട്ടും. അത് ഉപഭോക്താക്കൾക്ക് കൊടുക്കാനാണ് 10 പൈസ അവർക്ക് ഇളവ് കൊടുത്തത്. അതേപോലെ 50 യൂണിറ്റ് വരെ ഫ്രീ അതൊന്നും ഒഴിവാക്കിയിട്ടില്ല. അതേപോലെ 200 യൂണിറ്റ് വരെയുള്ള ആളുകൾക്കും ഒഴിവാക്കിയിട്ടില്ല. ഈ ബോർഡിന്റെ നഷ്ടം എന്ന് പറഞ്ഞ് ഇതൊക്കെ പാവപ്പെട്ടവനാണ് സഹിക്കുന്നത്. അതും കാണാതിരിക്കരുത്. ഒരു ദിവസം 15-20 കോടി രൂപ ഈ വൈദ്യുതി മേടിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വൈദ്യുതി ബോർഡിന് നഷ്ടമുണ്ടായി. അധികം തുക ചെലവാക്കേണ്ടി വന്നു. പിന്നെ ആകെയുള്ള ഒരു സമാധാനം എന്താന്ന് വെച്ചാലേ ഈ കപ്പലിന് ഒരു കപ്പിത്താൻ ഉണ്ടല്ലോ. വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണല്ലോ. ഇതൊക്കെ കണ്ടിട്ട് കപ്പിത്താന് എന്തെങ്കിലും ഒരു വഴി ഇതിനൊക്കെ കണ്ടുപിടിക്കുന്നും വിചാരിച്ചിട്ട് നമ്മൾ കപ്പിത്താൻ എങ്ങനെ അങ്ങോട്ട് നോക്കിയാലോ? അപ്പോഴാണ് വെള്ളപ്പൊക്കത്തെ മറികടക്കാനുള്ള ഈ ഒരു ഡച്ച് മാതൃക നമ്മൾ വിലയിരുത്തുന്നത്. മാതൃകകൾ ഇഷ്ടം പോലെ ഉണ്ട്. ലോകം മുഴുവനും നടന്ന് നമ്മൾ അതൊക്കെ പഠിക്കുകയും ചെയ്തിരിക്കണം. പക്ഷെ ആ മാതൃകയൊന്നും വില കൂട്ടാതിരിക്കാനുള്ള പഠിപ്പായിട്ടില്ല അത്ര.